സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അയ്യോ, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, കേട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ വേദന കൊണ്ട് അനങ്ങാൻ പറ്റാതിരിക്കുന്നത്. എല്ലാം നമ്മുടെ മോന് വേണ്ടിയല്ലേ ഏട്ടാ? നേർച്ചയ്ക്ക് വേണ്ടി നിന്റെ ശരീരം നീ എന്തിനാ ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മോനെ തിരികെ കൊണ്ടുതരും. സമാധാനിക്ക്, എല്ലാം ശരിയാവും. എന്താ പറ്റിയത്? വേറൊന്നുമല്ല മേഡം, ഞങ്ങളുടെ മോനെ 2 മാസങ്ങൾക്ക് മുമ്പ് കാണാതെ പോയി. അന്വേഷിച്ചിട്ടും അവനെ കിട്ടിയില്ല. അവൻ എവിടെയാണെന്നോ ഏതവസ്ഥയിലാണെന്നോ ഇതുവരെയും ഒരു വിവരവും കിട്ടിയില്ല. മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങള് പോകാത്ത അമ്പലങ്ങളൊന്നുമില്ല, പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളുമില്ല. ഇപ്പൊ എന്റെ ഭാര്യ ഉപ്പിന് മുകളിൽ മുട്ടുകുത്തി നടന്ന് മോനെ കിട്ടാൻ വേണ്ടി നേർച്ചയെടുത്തതാ. അങ്ങനെ ഇവളുടെ കാൽമുട്ടിന് മുറിവേറ്റതാണ് മേഡം. എനിക്കെന്റെ മോനാ മാഡം എല്ലാം. എന്റെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏട്ടാ, ഞാനും ഈ നേർച്ച ചെയ്തോട്ടെ. അങ്ങനെ ചെയ്ത അബി ഉറപ്പായിട്ടും തിരിച്ചു വരും. മീരെ, എന്തായി പറയുന്നേ? നീ പറയുന്നിട്ട് അബിയെ കാണാതായെന്ന് തോന്നുമല്ലോ. അല്ല, അവൾ എന്നെ വിട്ടു പോയപ്പോ നഷ്ടപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നിയത്. പ്ലീസ് ഏട്ടാ, ഞാൻ ഈ നേർച്ച ചെയ്തോട്ടെ. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാ മീരെ. സാരമില്ല ഏട്ടാ, അബിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും സഹിച്ചോളാം. അവളെ തിരിച്ചു വന്നാ മതി. ശരി മീരെ. വേണ്ടമ്മ, എനിക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടാൻ പാടില്ല. അമ്മ എന്തൊക്കെ ചെയ്താലും അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. പ്ലീസ് അമ്മ, വേണ്ടമ്മ. മീരെ, സൂക്ഷിച്ച്. മീരെ, മീരെ, മീരെ,
എനിക്ക് വേണ്ടി എന്തിനാ അമ്മ എങ്ങനെ കഷ്ടപ്പെടുന്നത്? അമ്മയുടെ കലയിന്ന് ചോര വരുന്നുണ്ട്. അമ്മ എങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നെ കണ്ട് കാണാൻ കഴിയില്ല അമ്മ. ആരെങ്കിലും കുറച്ച് വെള്ളം സർ, കൊടുക്കോ? കുറച്ച് വെള്ളം എടുത്ത് തരാമോ വേഗം ചെല്ലു. പ്ലീസ്? മീരെ 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 കണ്ണു തുറക്കും മീരെ. മീരെ വേഗം ദാ കൊണ്ടു. വെള്ളം. താങ്ക് യു സർ. സാരമില്ല. മീരെ 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 ദൈവമേ, എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അമ്മയോട് ഇങ്ങനെ കഷ്ടപ്പെടരുതെന്ന് പറയ് ദൈവമേ. ദേ നിൽക്കുന്നു. മീരെ മീരെ കണ്ണു തുറക്കും മീരെ. മീരെ മീരെ വാടാ അങ്ങോട്ട് പോ. വാ. മീരെ എനിക്ക് പതുക്കെ. മീരെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലട്ടാ, പെട്ടെന്നെന്തോ തല ചുറ്റി എനിക്ക്. മോളെ, ഈ പ്രാർത്ഥന വെറുതെ ആവില്ല. വിഷമിക്കണ്ട. മോള് വിചാരിച്ചത് നടക്കണമെങ്കിൽ ഈ നേർച്ചയോടൊപ്പം താമസിക്കുന്ന വീട്ടില് ഒരു രാത്രി മുഴുവൻ മൺവിളക്ക് കത്തിച്ച് ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണു തുറക്കാതെ പുലരും വരെ മന്ത്രം ചൊല്ലി പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ നേർച്ചയ്ക്ക് കൂടുതൽ ശക്തി കൈവരും. മോൾക്ക് നഷ്ടപ്പെട്ടത് അധികം വൈകാതെ മോളെ അന്വേഷിച്ച് മോളുടെ അടുത്തെത്തും. അബി, അബി, നീ എന്റെ അടുത്ത് എത്തുന്നത് വരെ എന്ത് കഷ്ടപ്പാട് അനുഭവിക്കാനും ഞാൻ തയ്യാറാ. നീ എവിടെയാ അബി? മീരെ പതുക്കെ എഴുന്നേക്ക്. സൂക്ഷിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ശ്രദ്ധിച്ച് സൂക്ഷിച്ച്. പതുക്കെ സൂക്ഷിച്ച്. അമ്മ, എന്തിനാ മോളെ നീ ഞങ്ങൾ എങ്ങനെയായിട്ട് ഓടിക്കുന്നത്? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താമോ? എഴുന്നേറ്റ് വാ, പോവാ. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. എനിക്ക് എന്റെ അച്ഛനെ കാണണം. നിന്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വാ, വേഗം എണിക്ക്. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നെ വിട്ടേക്ക്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. ഡീ. എടാ, ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് പോലെ പതുക്കെ അങ്ങ് കൊണ്ടുപോവാ. ശരിയാ. വാടാ. ശ്രദ്ധിച്ച് പതുക്കെ. മീരെ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക. വേണ്ട, ഞാനും വരാം. മീരെ നിനക്ക് കുഴപ്പമില്ലല്ലോ? സൂക്ഷിച്ച്. ഇല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വന്നത്. എനിക്കൊരു കുഴപ്പമില്ല. ശരി, ഇവിടെ നിൽക്ക, ഞാനിപ്പോ വരാം. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ സർ, നിങ്ങളെ വിളിക്കുന്നേ. ഹലോ. എന്താ മാഡം? ദാ ആ പോകുന്ന കുട്ടിയുടെ ചെരുപ്പ് ഇവിടെ താഴെ വീണ് കിടക്കായിരുന്നു. ശരി, താങ്ക്സ് മാഡം, ഞാൻ കൊടുത്തേക്കാം.
വേഗം നടക്ക. ഈ കൊച്ചിനെ അറിയാവുന്നവരാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ചിലപ്പോ കുടുങ്ങും. പോ. ശരിയടാ. അബിയെ പോലുണ്ടല്ലോ. അബി, അബി, എന്തൊരു മീരെ, ആരെയാ വിളിക്കുന്നത്? എന്താ കാര്യം? അബിയെ പോലുണ്ട്. ദാ, അവിടെ ഒരുത്തനെ എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് അബിയെ പോലില്ലേ? മീരെ, നീ അബിയെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? നിനക്ക് ഏത് പെൺകുട്ടിയെ കണ്ടാലും അബിയാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ നിന്റെ മനസ്സിൽ തോന്നല. വാ പോവാ. മീരെ, പോവാന്നല്ലേ പറഞ്ഞേ? വാ. എടാ ഷാജി, പറയടാ. ആ മുംബൈ പാർട്ടി വിളിച്ചിട്ട് ആ, അവരോട് പറഞ്ഞ സ്ഥലത്ത് പെട്ടെന്ന് എത്താൻ പറയും. എന്തിനാടാ? ലോറി താവളത്തിൽ വരാൻ പറഞ്ഞ പോരെ? വേണ്ട വേണ്ട, അവിടെ ഒന്നും ശരിയാവില്ല. ഇവക്ക് ബോധം വന്നു കഴിഞ്ഞാലേ ചിലപ്പോൾ ഉച്ച വെച്ച ആളിനെ കൂട്ടിക്കളയും. പിന്നെ അകത്ത് കിടന്ന് കമ്പി കഴിയണമെന്നതേ നമ്മളായിരിക്കും. ഇവിടെ വേഗം മുംബൈ പാർട്ടിക്ക് കൈമാറുന്നതാ നമുക്ക് സേഫ്. ശരിയടാ, ഞാൻ വിളിച്ചു പറയാം. പറഞ്ഞു. സാറേ, നിങ്ങൾ ലോറി താവളത്തിൽ പോകണ്ട. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പേടിക്കണ്ട. ആ പെങ്കൊച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആ, നിങ്ങൾ വേഗം ഇന്ദിരാനഗറിൽ വന്ന കൊച്ചിനെ പെട്ടെന്ന് കൈമാറി ഞങ്ങൾക്ക് കാശ് വാങ്ങി പോവാം. ഏത് ഏരിയ എന്നാ പറഞ്ഞേ? സാർ, ഇന്ദിരാനഗർ സാർ. സാറ് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി. ശരി ശരി, അങ്ങോട്ട് വരാം. പെട്ടെന്നാവട്ടെ. ഈ ചെറിയച്ഛന് ഒരു ഉത്തരവാദിത്വം ഇല്ല. സ്കൂള് വിട്ടിട്ട് 15 മിനിറ്റായി. ഇനിയും പിക്ക് ചെയ്യാൻ വരാതെ എനിക്ക് റോഡിലിറങ്ങി നടക്കേണ്ട അവസ്ഥ വന്നല്ലോ. ഛേ, അതാരാ വരുന്നേ? വെള്ളപ്പാണ്ടയ്ക്ക് നിക്കർ ഉടുപ്പ് ഇട്ടതുപോലെ ഉണ്ടല്ലോ. കണ്ടിട്ട് മുകുന്ദനെ പോലെ തന്നെ. അയ്യോ, അത് മുകുന്ദൻ തന്നെയാ. ദൈവമേ, ലേറ്റായി. ഇനി ഇവന്റെ വായിരിക്കുന്നൊക്കെ കേൾക്കണം. നീ എന്തിനാ റോഡിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്നേ? ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൂടായിരുന്നു നിനക്ക്. ചെറിയച്ഛ, എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, സ്കൂള് വിടുന്നതിന് മുമ്പേ ചെറിയച്ഛൻ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിൽക്കണമായിരുന്നു. പക്ഷേ വന്നില്ലല്ലോ. അതുകൊണ്ടാ എന്തിനാ അവിടെ വെറുതെ നിൽക്കുന്നെന്ന് വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് നടന്നിങ്ങ് പോകുന്നത്. എടാ, നിന്നെ എങ്ങനെ കാണാതായ നിന്റെ മുത്തച്ചോട് ഞാൻ എന്താ പറയുക? കാണാതാവാനായിട്ടേ ഞാൻ റബ്ബറോ പെൻസിലോ അല്ല, ഷാർപ്പായിട്ടുള്ള പയ്യനാ മുകുന്ദൻ. ആ ഉവ്, നിന്റെ സിനിമ ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല. വാ, വന്ന് കേറാൻ നോക്ക്. നിക്ക് 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 നിക്ക്. എന്താടാ ഇത്? നീ എന്തിനാ പഠിക്കുന്ന ബുക്ക് കൈ പിടിച്ചിങ്ങനെ അഭിനയിക്കുന്നത്? അഭിനയിക്കല്ല ചെറിയച്ഛ, പഠിക്കുക. നീ ആരാണെന്ന് എനിക്കും അറിയാം, ഞാൻ ആരാണെന്ന് നിനക്കും അറിയാം. നമ്മൾ രണ്ടുപേരും ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്റെ അടുത്ത് നിന്റെ ഈ തരികിട പരിപാടി ഒന്നും വേണ്ട. ബുക്ക് മര്യാദയ്ക്ക് ബാഗിൽ വെച്ചിട്ട് വന്ന് വണ്ടി കയറ്. ചെറിയച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നത് ആരെ കൊണ്ടും തടുക്കാനാവില്ല, തടയാനാവില്ല, 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 തടയാനാവില്ല. എന്താ ഒഴിഞ്ഞ വീട്ടിൽ എക്കോ കേൾക്കുന്നത് പോലെ ഈ റോഡിൽ എക്കോ കേൾക്കുന്നത്? ഈ മുകുന്ദന്റെ വോയിസേ അതുപോലെയാ. ഓ, ഞാൻ ഈ കേരളത്തിൽ നിന്ന് ശബ്ദിച്ചു കഴിഞ്ഞാ അതങ്ങ് കെനിയ വരെ കേട്ട് അലയടിക്കും. എടാ, ഇന്നലെ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കണ്ടോ നീ? മിണ്ടാതെ കേറി ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട്. വാ, കേറ്. വേഗം കേറ് കേറ്.
സ്ഥലത്ത് എവിടെയെങ്കിലും CCTV ക്യാമറയുണ്ടോ? ഇല്ല സർ. പേടിക്കണ്ട സാറേ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ നോക്കിയാണ് ഞങ്ങൾ ലാൻഡ്മാർക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ശരി, ആ പെൺകുട്ടിയുടെ കാറിന്റെ ഡോർ തുറക്കാം. ഡാ എടുത്തോണ്ട് വാ. എത്ര നേരം എങ്ങനെ മയങ്ങിക്കിടക്കും? അറിയില്ല, പക്ഷെ നിങ്ങളുടെ സ്പോട്ടിലേക്ക് വേഗം കൊണ്ടുവയ്ക്കോ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വേഗം കൊണ്ടുപോകാൻ പറഞ്ഞത്. ആ, എത്രയാ റേറ്റ്? 2 ലക്ഷം. അത് മനസ്സിലായി. നിങ്ങളുടെ റേറ്റ്? അത് 20%. ഇടാ, കാശ് കൊടുക്ക്. ചെറിയച്ഛ, എന്താടാ? ചെറിയച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ എന്താ ചോദിക്കാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലേ? അയ്യോ, അതല്ല ചോദിക്കാൻ വന്നത്. അല്ലേ പിന്നെ? എന്റെ ചെറിയമ്മ എങ്ങനെ ഇരിക്കും? നിന്റെ ചെറിയമ്മ ചെന്താമര പോലെ വിടർന്ന് തുടുത്ത് നല്ല സുന്ദരിയായിരിക്കും. ആണോ? ആ അതെടാ, അത്രയും സൗന്ദര്യം അവൾക്കുള്ളത് കൊണ്ടാണ് എന്റെ മനസ്സ് ചെരുപ്പിൽ ഒട്ടിപ്പിടിച്ച ബബിൾക്കം പോലെ അവളുടെ അടുത്ത് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചത്. ഈ ചേച്ചിയെ പോലെ ഇതേപോലെ ഒന്നുമല്ല, കുറെ കൂടി സൗന്ദര്യമുണ്ട്. അപ്പൊ ഇവരെ പോലെയോ? ഇതുപോലെയല്ല, നിന്റെ ചെറിയമ്മയ്ക്ക് കുറച്ചുകൂടി ഹൈറ്റ് ഒക്കെ ഉണ്ട്. അതോ ഇതുപോലെ എങ്ങനെയാണോ? അല്ലടാ, ഇതിനേക്കാളൊക്കെ നല്ല സൗന്ദര്യം. ചെറിയമ്മയെ കാണാൻ ഇത്രയും വൃത്തികേടൊന്നും കാണില്ലല്ലോ അല്ലേ? എടാ ബൾബ് തലയാ, അവളാടാ നിന്റെ ചെറിയമ്മ. ആരാ? എടാ നീ ഇപ്പൊ കാണിച്ചില്ലേ, അവള് തന്നെയാ. അയ്യേ, ഈ ചേച്ചിയാണോ? അതേടാ. ഇവരെയൊക്കെ എന്റെ ചെറിയമ്മയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. എടാ അതെന്താ? അതെന്താന്ന് വെച്ചാ എനിക്ക് ഇവരെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ചെറിയച്ഛൻ ഇവരെ അംഗീകരിച്ചാലും ഞാൻ ഇവരെ അംഗീകരിക്കാൻ പോകുന്നില്ല. പോടാ മരമാക്രി, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ട്. ഒന്ന് ഇറങ്ങണം അങ്ങോട്ട്. എന്റെ അമ്മോ. ഹായ്, നിങ്ങൾ ആരാ? ഞാനാ രഘു. മറന്നുപോയോ? ഓർമ്മയില്ലേ? അയ്യോ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ, കുട്ടിയൊന്നും ചെയ്യണ്ട. ഇയാളുടെ തലയില് ബോള് കൊണ്ട് എല്ലാം മറന്നുപോയല്ലേ? ഇപ്പോ തലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ബോള് കൊണ്ടുകഴിഞ്ഞാ എല്ലാം മറന്നു പോവോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇവിടെ ഇപ്പൊ ആർക്കാ ഭ്രാന്ത്? ഇവരെന്നെ എന്താ ചെയ്യാൻ പോകുന്ന? അച്ഛനാണെങ്കി ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. വല്ലാതെ പേടിയാവുന്നു. കുട്ടിയുടെ സംസാരം കേട്ടിട്ട് ഇപ്പോഴും ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെന്ന് തോന്നുന്നു. മിക്കവാറും എന്റെ വായിന്ന് വല്ലത് കേൾക്കും. നിങ്ങൾ ആരാ? വഴി തടഞ്ഞു നിർത്തി ശല്യം ചെയ്യുന്നോ? മുകുന്ദന്റെ ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് ഓർത്തു നോക്കിയേ, ചിലപ്പോ എന്തെങ്കിലും ഓർമ്മ കിട്ടിയെന്ന് വരും. മുകുന്ദനോ? അതാരാ? ഈ കേരളത്തിൽ എന്നെ നോക്കി
ആരാന്ന് ചോദിച്ച ആദ്യത്തെ ആള് നിങ്ങളാ. നന്നായിട്ട് ഒന്ന് ആലോചിക്കും മഹി. എന്റെ മുഖം തന്റെ മനസ്സില് ആഴത്തി പതിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള മനോഹരമായ മുഖമാ എന്റേത്. ഫംഗ്ഷനിൽ വെച്ച് നമ്മൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അന്നേരം സോങ് വരെ പ്ലേ ആയി. ഞാനും അന്നേരം ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തായിരുന്നു. കടഞ്ഞ ചന്ദനമോ നിന്നേനി മുകുന്ദ സത്യമായിട്ടും നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എന്നെ വിട്, എനിക്ക് കാശ്മീരിൽ പോണം. കാശ്മീരോ? അവിടെ എന്താ? ഇവിടെ ഭയങ്കര വെയിലാ, അതുകൊണ്ടാ. ഇങ്ങനെ ഓർമ്മ പോയിരിക്കുന്ന സമയത്ത് കുട്ടി എങ്ങും പോകാൻ പാടില്ല. വാ എന്റെ കൂടെ. എവിടേക്ക്? അതോ എന്റെ വീട്ടിലേക്ക്. ചെറിയച്ച, നമ്മുടെ വീട്ടിൽ സ്ഥലമൊന്നുമില്ല. സ്ഥലമില്ലാതെ എങ്ങനെയാ വീടുണ്ടാക്കിയത്? ചെറിയച്ഛനേക്കാളും താഴ്ന്ന കോമഡിയാണല്ലോ ഇവര് പറയുന്നേ. എന്റെ വീട് കടൽ പോലെ വലിയൊരു വീടാ. വാ കൂടെ. കടല് പോലെന്ന് പറയുമ്പോ മീനൊക്കെ ഉണ്ടാവോ? ആ പിന്നെ ഉണ്ടല്ലോ, ഉണ്ട്. എന്തൊക്കെ മീനുണ്ടാവും? ചെമ്മീൻ. ചെറിയച്ച, ഇവരെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് വന്നാ നമ്മളെല്ലാരും ഓഫ് മൈൻഡിൽ കടന്ന് കറങ്ങും. ഇവര് വിട്ടിട്ട് വാ, പോകാം. ചെറിയമ്മയോട് അങ്ങനൊന്നും പറയാൻ പാടില്ല. വാ മഹി, നമുക്ക് പോവാം. എങ്ങോട്ടാ പോകുന്നേ? അത് കാശ്മീരിലേക്ക്. വാവ്, സൂപ്പർ. എന്നാ ഞാൻ ബൈക്കിൽ കയറിക്കോട്ടെ? കേറാൻ പറ്റില്ല. ഏതാ ഈ കുട്ടി? നല്ല ക്യൂട്ടാണല്ലോ. ഇവന്റെ പേര് മുകുന്ദൻ. അയ്യോ, ഇവരുടെ ഓർമ്മശക്തി മുഴുവനും പോയിരിക്കുക. അവസാനം പണി പാളോ. മുകുന്ദ എന്നെ നോക്കടാ. ചെറിയച്ച, ചെറിയച്ച ഇങ്ങോട്ടൊന്ന് നോക്ക്. ചെറിയച്ച, ചെറിയച്ച. ഇതുവരെ അബി എന്റെ മൈൻഡിൽ നിന്ന് പോയില്ലെന്നാ തോന്നുന്നേ. ആരെ കണ്ടാലും അവളെ പോലെ തോന്നുവാ. ഇവിടെ നാളെ രാവിലെ ഇവിടുന്ന് പോകുന്ന ട്രക്കിൽ കയറ്റി വിട്ടേക്ക്. ശരിയേട്ടാ. അതിരിക്കട്ടെ, ഇപ്പോഴുള്ള ടിക്കറ്റ് എത്ര പേർക്കാ? 10 പേർക്കാ. അപ്പൊ ഇവളെ കൂടെ കൂട്ടി 11. ഡേ, എന്താടി നോക്കുന്നത്? പാടി ഇങ്ങോട്ട്. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ ഞാൻ രക്ഷപ്പെടുന്നത്? ഡാർലിംഗ്, ഡാർലിംഗ് ഇപ്പൊ എവിടെയാ ഉള്ളത്?
ചേട്ടാ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ? പായസം കഴിക്കാൻ. അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? ഇന്ദ്രേട്ടൻ സന്തോഷിനെ ഈ ഗോഡൌണിൽ അടച്ചിടാൻ പറഞ്ഞ്. ചേട്ടൻ വരുന്നവരെ നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴൊക്കെ ചാക്കിട്ടടിക്കാതെ അവനെ ഇടിച്ച് പിഴിയും. ശരി. ആ ഓക്കെ വാടാ. എടുത്തു പോക്കടാ. കൊണ്ടുവാടാ അവനെ. നല്ല വെയിറ്റ് ആണോ അവനെ? പറ്റുന്നില്ല. നീ പറഞ്ഞത് ശരിയാ. എന്തുവാടാ ഈ ചാക്കില്? ചേട്ടന്റെ മുഖത്ത് കരിവാരി തേച്ചവനാ, അതാ ചാക്കി കെട്ടി കൊണ്ടുവന്നത്. ആ ഈ കൊച്ചേതാ? മുംബൈ. എടാ പിടയ്ക്കാതാ, വീണ്ടാതിരിക്കേ. ശരിയാ. ശരി, കൊണ്ടുപോടാ. കൊണ്ടോ വേഗം കൊണ്ടോ. അവിടെ വെക്കടാ അവിടെ. താഴെ വെക്കടാ. ഇങ്ങോട്ട് പോയി. വെക്കവിടെ. എടാ രഘു, മുകുന്ദനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞാ നീ ഏതോ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നല്ലോ. ഏതായി പെൺകുട്ടി? എന്തെങ്കിലും ഒരു സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് മഹി ഇവിടെ താമസിപ്പിക്കാൻ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നിന്നോടാ ചോദിച്ചത് രഘു, മറുപടി പറയേ. അമ്മേ, ഇവളുടെ പേര് മഹി എന്നാ. എനിക്കിവള് ആരാണെന്ന് അറിയില്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എടാ മരമാക്രി മിണ്ടടാ. നമ്മുടെ മുകുന്ദന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നില്ലേ, ആ സമയത്താ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടിയത്. വളരെ നല്ലൊരു പെൺകുട്ടിയാമ്മേ. ഇവൾക്ക് ഇവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയില്ല. അനാഥാലയത്തിലാ വളർന്നത്. അവളായിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നന്നായിട്ട് പഠിച്ച് ഇപ്പൊ വലിയൊരു വക്കീലായിരിക്കുക. സാധാരണ എല്ലാരും പഠിപ്പ് കഴിഞ്ഞിട്ടല്ലേ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത്. ഈ വെള്ളപ്പാറ്റയെ പോലെ ഇരിക്കുന്ന ചേച്ചി എങ്ങനെയാ അതൊക്കെ റിവേഴ്സിൽ ചെയ്തത്? ചെറിയമ്മയെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടില്ല. ചെറിയമ്മയോ? അത് ഈ പെൺകുട്ടിക്ക് ഇവന്റെ ചെറിയമ്മയുടെ പ്രായമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ മര്യാദക്ക് സംസാരിക്കാൻ ഞാൻ ഇവനോട് മര്യാദക്ക് പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തി. ഒന്നും അറിയില്ലെന്നും പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറഞ്ഞു. പഠിച്ച് വക്കീലായിരിക്കുന്നു. അതെ 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 അതെ. എന്തോ ഇന്ന് സുപ്രീം കോടതി പോലും പേടിക്കുന്ന ലെവലില് വലിയൊരു വക്കീലായിട്ട് ഇവളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒന്നും ഇവൾക്ക് സ്വന്തമായിട്ടൊരു കുടുംബമോ ബന്ധുക്കളോ ഒന്നുമില്ല. എടാ രഘു, നീ പറയുന്നത് കേട്ടിട്ട് കള്ളം പറയുന്ന പോലെ ഉണ്ടല്ലോ. അതെ, ഇയാള് സത്യം മാത്രം പറയുന്ന ആളല്ലേ. വായ തുറന്ന ഒരു നേരത്തെ ഭക്ഷണം കെട്ടാ. അമ്മേ, അളിയെ നന്നാവില്ല, വിട്ടേക്ക്. ഇവളൊരു തങ്കപ്പെട്ട പെണ്ണാമ്മേ, ഒന്നും മനസ്സിൽ വെച്ചേക്കില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്നത്. അതെയോ? അതെ അമ്മേ. കാരണം ഇവളുടെ തലയിലൊരു ബോൾ കൊണ്ട് ഇവളുടെ ഓർമ്മശക്തിക്ക് ചെറുതായിട്ട് കുഴപ്പം സംഭവിച്ചിരിക്കുക. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ മനസ്സ് പോലെയാ. അതും നമ്മുടെ മുകുന്ദന്റെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ അന്ന് ഏതോ ഒരുത്തൻ ഇവളുടെ തലയില് കടം വായിച്ചിട്ട് പോയിരിക്കുക. ഞാൻ അറിഞ്ഞ ബോളാണ്. മുകുന്ദന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്ന സമയത്താ ഇവൾക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ട് ഇവൾക്ക് ഇവളുടെ പഴയ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടി ഇവളൊന്ന് നേരെ ആകുന്നത് വരെ അതുവരെ ഇവളെ നമ്മുടെ വീട്ടില് ചെറിയച്ച അതങ്ങ് ഫുള്ളായിട്ട് പറ. ഇവള് നമ്മുടെ വീട്ടിൽ താമസിക്കട്ടമ്മേ.
നീ എന്തായി പറയുന്നേ? കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയെ എങ്ങനെയാ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നേ? ഓ, അപ്പൊ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാൻ മോളിയാ? അത് പിന്നെ നിങ്ങളെല്ലാവരും ചിരിക്കുമെന്ന് കരുതിയാ ഞാൻ തമാശ പറഞ്ഞത്. അയ്യോ, രഘു, അമ്മേ, നീ ഈ വീട്ടിൽ കല്യാണം ആകാതെ നിൽക്കുകയല്ലേ? പുറത്തു വല്ലവരും അറിഞ്ഞാ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? അതെ, എന്റെ അഭിമാനത്തിന് ഒരു കളങ്കവും വരാൻ പാടില്ല. ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ വേഗം കൊണ്ടുപോയി വിട്ടിട്ട് വന്നേക്ക്. അയ്യോ, ഇവൾക്ക് ഈ വീട്ടിൽ വെച്ച് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്ത് പിന്നെ വളച്ചെടുത്ത് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോ വളരെ ശക്തമായ എതിർപ്പുകളാണല്ലോ വരുന്നത്. അമ്മേ, ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ, ഒരു പഞ്ചപാവല്ലേ അമ്മേ? ഇവരുടെ മുഖത്ത് നോക്കിയാ പാവല്ല, ദേഷ്യ തോന്നുന്നേ. മുകുന്ദ, അങ്ങനൊന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ. ഈ ടൈമില് എനിക്ക് ഇങ്ങനെ പറയാനാ തോന്നുന്നേ. എന്താ ശിവ, എന്താ ചെയ്യണ്ടേ? ഇവനാണെങ്കിൽ നിർബന്ധിച്ചോണ്ടിരിക്കുക. അമ്മ പറയാമേ. ഇവക്കാണെങ്കിൽ ആരും ഇല്ലെന്നും പറയുന്നു. പാവം, പഴയതൊന്നും ഓർമ്മയുമില്ല. അതെ അതെ അതെ, എവിടെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചാ ആ പാവം നമ്മളെ വെറുതെ വിടുവോ? അതെ അതെ, കറക്റ്റ്. എന്നാ പിന്നെ ഇവിടെ നിന്നോട്ടെ. എടാ എടാ എടാ, എന്താടാ എന്തോ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ പോലെ കിടന്ന് തുള്ളുന്നേ? അതിന്റെ കാരണം ഞാൻ പറയാം മുത്തശ്ശി. ചെറിയച്ഛൻ ഈ ചേച്ചി എന്റെ ചെറിയമ്മ ആക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. എന്താണ് ഈ പറയുന്നത്? അതെ അച്ഛാ. ഏട്ടാ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഇവനെ ഞാനിന്ന് സ്കൂളിൽ കൊണ്ട് വിട്ടില്ലേ, ആ ദേഷ്യത്തിൽ അവൻ പറഞ്ഞതാ. രഘു, തരികിടെ നോപ്പിക്കരുത്. ഈ കുട്ടിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാത്തോണ്ടാ ഈ വീട്ടിൽ നിർത്താന്ന് സമ്മതിച്ചത്. സോ ബി കെയർഫുൾ. കെയർഫുൾ ആയിട്ട് ഞാൻ നോക്കിക്കോളാം ഏട്ടാ. ദേ, പറഞ്ഞതനുസരിച്ചോണം, സൂക്ഷിച്ച്. ശരിമേ, സൂക്ഷിച്ചോളാം, ഞാൻ സൂക്ഷിച്ചോളാം. നിങ്ങളുടെയൊക്കെ ഒരു കണ്ണ് വേണം കേട്ടോ. മത്തങ്ങത്തലയാ, എനിക്ക് ട്രാപ്പ് വയ്ക്കുന്നോടാ. എനിക്കിട്ട് നീ പണിയുന്നോ? സത്യം, ഒരു വലിയ സത്യം. ഓടാ. അമ്മോ, എടോ, ഈ പെണ്ണിവിടെ നിൽക്കുന്നതേ നല്ലത് തന്നെയാ. ആ സന്തോഷം ആരാന്നുള്ള സത്യം ഇവളുടെ വാ കൊണ്ട് പറയിപ്പിച്ച് ഇന്ദ്രേട്ടനോടും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും വാങ്ങിക്കാം. ഓക്കെ ഗിരി, അങ്ങനെയാണെങ്കിൽ ഇവളെ നമ്മുടെ റൂമിൽ കൊണ്ടുപോയി നീതി പോലെ കാക്കാം. മോളെ, ഇതാണ് മോളുടെ പുതിയ ഫ്രണ്ട്സ്. ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കാൻ പോകുന്നത്. ഇവിടെയല്ല, മുംബൈയില്. അങ്കിൾ, പ്ലീസ് അങ്കിൾ, ഞങ്ങള് വിട്ടേക്ക്. ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? ഇങ്ങോട്ടോക്ക്. കരഞ്ഞ് സെന്റിമെന്റൽ ഡയലോഗൊന്നും അടിക്കണ്ട. അതുപോലെ ചോദ്യങ്ങളും വേണ്ട ഇങ്ങോട്ട്. ഞങ്ങൾ എന്ത് പറയുന്നോ അതങ്ങോട്ട് കേട്ടാ മതി. അതുമാത്രമല്ല, ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാ എനിക്കേ ദേഷ്യം വരും, പറഞ്ഞേക്കാം. കുട്ടികൾക്കേ ഭക്ഷണത്തിനും വെള്ളത്തിനൊന്നും ഒരു കുറവുണ്ടാവരുത്. വയറിനോട് ദ്രോഹം ചെയ്തു കഴിഞ്ഞാ അത് വലിയ പാവമാ. ശരിയേട്ടാ, മനസ്സിലായോ? ശരി. കഴിക്കാൻ എന്ത് വേണോ അതെല്ലാം വാങ്ങിക്കൊടുത്തേക്ക്. ശരി. കാലത്ത് കൃത്യം 4 മണിക്ക് നമുക്ക് പോവാം. മനസ്സിലായോ? അവിടെ പോയിരിക്കും.
സന്തോഷിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? സ്വിച്ച് ഓഫ് ആണല്ലോ. സന്തോഷ്, എന്താ ഒരു വാക്ക് പോലും പറയാതെ അവ എവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്? അതോ ഇനി വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അത് കേട്ട് മനസ്സ് വേദനിച്ചാണോ രണ്ടുപേരെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാഡം, മാഡം, ഫുഡ് റെഡി ആയിട്ടുണ്ട്. വരും മാഡം, കഴിക്കാം. എനിക്ക് എങ്ങനെ ചേച്ചി കഴിക്കാൻ പറ്റുന്നത്? അഭി എങ്ങോട്ടാ പോയെന്ന് പോലും അറിയില്ല. അല്ലാതെ പേടിയാവുന്ന എനിക്ക്. എല്ലാരോടും കഴിച്ചോളാൻ പറ, എനിക്കൊന്നും വേണ്ട. മാഡം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അഭി തിരിച്ചു വരും. എവിടെയാ എന്ത് ചെയ്യാന്ന് ഒരു വിവരവുമില്ല. സന്തോഷിന്റെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ്. അവര് പോയ സ്ഥലത്ത് വെച്ച് ചാർജ് ഇല്ലാതെ മൊബൈൽ ചിലപ്പോ ഓഫായതോ ആവാലോ. അല്ല, മറ്റെന്തോ നടന്നു കാണുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്റെ പേരെന്താ? അബി. നീ എങ്ങനെയാ ഇവരുടെ കയ്യിൽ അകപ്പെട്ടത്? എന്റെ അച്ഛൻ അന്വേഷിച്ച് റോഡിൽ കൂടെ നടക്കുമായിരുന്നു. ആ സമയത്ത് ഇവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തട്ടിക്കൊണ്ട് വന്നതാ. നിന്റെ അച്ഛൻ എങ്ങോട്ടാ പോയത്? എന്നെ വിട്ടിട്ട് എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയില്ല. അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ അത് മനസ്സിലാക്കാതെ എന്നെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടോ പോയി. ഇവര് വളരെ അപകടകാരികളാ അബി. നമ്മളെ മുംബൈ കൊണ്ടുപോയിട്ട് പിച്ചെടുക്കാൻ ഇരുത്തു ഇവര്. പിന്നീട് നമ്മൾ അനാഥരായി ജീവിക്കേണ്ടി വരും. ആ ശരി, ഒന്ന് നോക്കണേ. സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. മീരെ, സന്തോഷിന്റെ ഫ്രണ്ട് രമേശിനോട് സംസാരിച്ചായിരുന്നു. രണ്ടുപേരും പുറത്തെങ്ങും പോയിട്ടില്ലെന്ന്. രമേശിനോട് പറയാതെ സന്തോഷ് ഇവിടം വിട്ട് ഒരിടത്തും പോകില്ലെന്ന്. അപ്പോ വേറെ എന്ത് കാര്യമായിരിക്കുന്ന മനസ്സിലാവത്തെ? മീരെ, നീ ധൈര്യമായിട്ടിരിക്കുക. നമ്മളോട് തോന്നിയ എന്തെങ്കിലും ദേഷ്യം കൊണ്ടായിരിക്കാം ചിലപ്പോ സന്തോഷ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മീരെ, പേടിക്കാതിരിക്കുക. രമേശിന് പോലും അറിയില്ലെങ്കിൽ അപ്പൊ വേറെ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് പോലീസിലെ കംപ്ലൈന്റ് കൊടുക്കായിട്ട് വാ. അല്പം ഒന്ന് ക്ഷമിക്കുക. നേരം വെളുക്കുന്നവരെ നോക്കാം. വിഷമിക്കാതിരിക്കുക. മോള് വിചാരിച്ചത് നടക്കണമെങ്കിൽ ഈ നേർച്ചയോടൊപ്പം താമസിക്കുന്ന വീട്ടില് ഒരു രാത്രി മുഴുവൻ മൺവിളക്ക് കത്തിച്ച് ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണു തുറക്കാതെ പുലരും വരെ മന്ത്രം ചൊല്ലി പൂജ ചെയ്തു കഴിഞ്ഞാൽ മോൾക്ക് നഷ്ടപ്പെട്ടത് അധികം വൈകാതെ മോളെ അന്വേഷിച്ച് മോളുടെ അടുത്തെത്തും. നമ്മള് മുംബൈക്ക് പോകാൻ പാടില്ല. അതെങ്ങനെ പോവാതിരിക്കുക? ഇവരുടെ കയ്യിൽ നമ്മളിപ്പോ കുടുങ്ങിയിരിക്കുകയല്ലേ. അതിനെന്താ കുഴപ്പം? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അതെങ്ങനെയെന്നാ ചോദിച്ചേ? നമുക്ക് എന്തേലും ഒരു ഐഡിയ ആലോചിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതമേ ഇല്ലാതാവും. എനിക്കിപ്പോ എന്റെ അമ്മയെ കാണാൻ തോന്നുന്നുണ്ട്. അമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കരയല്ലേ, ധൈര്യമായിട്ടിരിക്ക്. നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ദൈവം നമ്മളെ ഉറപ്പായിട്ടും രക്ഷിക്കും.
എല്ലാരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നതിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ കുടുംബത്തിലെ കൃത്യമായിട്ട് എത്തിയിരിക്കും. ഞാനും എന്റെ അച്ഛൻ്റെ അടുത്ത് എത്തും. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വിഷമിക്കുന്നതായിട്ട് അഭിനയിക്കാം, പേടിച്ചതുപോലെ ഇരിക്കണം. പിന്നീട് ഇവർക്ക് നമ്മളെ ആരെയും ഒരു സംശയം ഉണ്ടാവില്ല. മനസ്സിലായോ?